കടൽ കൊള്ളക്കാർ ബന്ദികളാക്കിയ 19 പാക് ജീവനക്കാർക്ക് രക്ഷകരായി ഇന്ത്യൻ നാവികസേന. കഴിഞ്ഞ 36 മണിക്കൂറിൽ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നാവികസേന രക്ഷിച്ചെടുത്ത രണ്ടാമത്തെ കപ്പലാണിത്. 17 ഇറാനികളും 19 പാകിസ്ഥാനികളും ഉൾപ്പെടെ 36 തൊഴിലാളികളാണ് ഈ ഇറാനിയൻ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ യുദ്ധക്കപ്പലായ INS സുമിത്രയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. കടൽ കൊള്ളക്കാരെ നാവികസേന കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് നോക്കാം. ഇറാനിയൻ പതാകയുള്ള മത്സ്യബന്ധന കപ്പലായ FV അൽ നഈമിയെയാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തത്. സായുധരായ 11 കൊള്ളക്കാരാണ് യാത്രാമധ്യേ കപ്പൽ തട്ടിയെടുത്തത്. കപ്പലിലുണ്ടായിരുന്ന 17 ഇറാനികളെയും 19 പാകിസ്ഥാനികളെയും ബന്ദികളാക്കുകയും ചെയ്തു. തട്ടിയെടുത്ത കപ്പൽ തടഞ്ഞ ഇന്ത്യൻ നാവികസേന കടൽ കൊള്ളക്കാരെ തുരത്തി ബന്ദികളെ മോചിപ്പിച്ചു. തുടർന്ന് ബന്ദികൾ ആരോഗ്യവാന്മാരാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. 36 മണിക്കൂറിന്റെ ഇടവേളയിൽ തുടർച്ചയായ രണ്ടാം തവണയാണ് ഇന്ത്യൻ നാവികസേന വിദേശ കപ്പൽ മോചിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ ഇമാനും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചിരുന്നു. ഈ കപ്പലിൽ 17 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. കൊച്ചി തീരത്ത് നിന്ന് ഏകദേശം 1200 കിലോമീറ്റർ അകലെ വെച്ചാണ് കപ്പൽ തട്ടിയെടുത്തത്. കടൽ കൊള്ളക്കാർ കപ്പലിനുള്ളിൽ കടന്ന് ജീവനക്കാരെ ബന്ദികളാക്കുകയായിരുന്നു. അപായ സന്ദേശം ലഭിച്ചതിന് പിന്നാലെ INS സുമിത്ര എന്ന യുദ്ധക്കപ്പലെത്തി ജീവനക്കാരെ രക്ഷിക്കുകയായിരുന്നു.